ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോ ഗെത്സമനിയിലേക്ക് പ്രാർത്ഥിക്കുന്നതിന് പോകുന്നതിന് തൊട്ടു മുൻപ് ഈശോ പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിച്ചു പറയും. പത്രോസ് പറഞ്ഞു, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു. ഈശോയുടെ കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, അത് സങ്കടങ്ങളുടെ ഒരു മലചവിട്ടൽ എന്നതിനേക്കാളും അത് ഉയർപ്പിലേക്കുള്ള ഒരു വഴിയാണ് എന്ന്. അത് തന്നെയാണ് സത്യവും. കാരണം ജീവിതത്തിൽ മനുഷ്യന് സംഭവിക്കാവുന്ന എല്ലാത്തരം ഇടർച്ചകളെയും എല്ലാത്തരം വേദനകളെയും വിശപ്പിനെയും ദാഹത്തെയും സ്നേഹത്തെയും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു യാത്രയാണത്. ഈശോ പറഞ്ഞു, ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകരുത് നീ, അഥവാ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീ എന്നെ ഓർക്കണം. നിനക്ക് വേണ്ടി ഞാൻ അതും സഹിച്ചു. ഇനി ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല. ആരൊക്കെ നിന്നെ ഇട്ടിട്ട് പോയാലും നിന്നെ സഹായിക്കാൻ ഒരു കരം ഉയർന്നു വരും. ആ കരം എപ്പോഴും നിന്നോട് കൂടി ഉണ്ടായിരിക്കും എന്ന് ഒരു ധൈര്യം തരാൻ. ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നിനക്ക് മുൻപേ ഞാൻ ഗലീലയിലേക്ക് പോകും എന്ന് പറഞ്ഞ ആ വചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ജീവിതത്തിൽ സുഹൃത്തുക്കളാൽ വഞ്ചനയും ചതിയും ഏൽക്കേണ്ടി വരുമ്പോഴും, എത്രമാത്രം നന്മ ചെയ്താലും അതിൻ്റെയൊക്കെ കുറവുകൾ മാത്രം കണ്ടുപിടിച്ച് കുറ്റപ്പെടുത്തുന്നവരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുമ്പോഴും, എത്രയെത്ര നന്മകൾ ചെയ്തു കൊടുത്താലും സ്നേഹമോ കരുണയോ ഒന്നും പകരം ലഭിക്കാതെ വരുമ്പോഴും, നിനക്ക് മുൻപേ ഞാൻ ഗലീലയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ആ അറിയിപ്പ് നമ്മളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ ഞാൻ സഹിക്കാതിരിക്കാനാണ് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി സഹിച്ചത്. ഞാൻ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈശോ എല്ലാവരും ഇടറിയപ്പോഴും അവിടുന്ന് അവർക്ക് കാവലായി അവർക്ക് മുൻപേ യാത്ര ചെയ്തത്. ഈശോയുടെ സന്നിധാനത്തിനരികിൽ നമുക്കൊന്നു ചേർന്ന് നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾക്ക് ഒരു സ്നേഹവും സഹായവും കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല നാഥ, അങ്ങയുടെ കരുണാർദ്രമായ കരം എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുമ്പോൾ ഞാൻ ഒന്നിനെയും ആരെയും ഭയപ്പെടേണ്ട എന്ന് എനിക്കറിയാം. അങ്ങ് വചനമായി, സുഹൃത്തായി, ജീവിത പങ്കാളിയായി, മകനായി, മകളായി ഒക്കെ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇമ്മാനുവേൽ എന്ന പേര് പോലെ തന്നെ എപ്പോഴും ഞങ്ങളോട് കൂടെയുള്ളവനെ അവിടുത്തെ അനുഗ്രഹത്താൽ സമാധാനത്തിൻ്റെ തികവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.